ഞാനീ നടന്നു പോകുന്നത് APJ അബ്ദുൽ കലാം മാർഗിലൂടെയാണ് കേട്ടോ. ഇത് ഡൽഹിയിലൊന്നുമല്ല, ഇത് നമ്മുടെ കൊച്ചിയിലാണ്. കൊച്ചിയിലെ മറൈൻ ഡ്രൈവ് വാക്ക്വേ നടപ്പാതയാണ് ഈ APJ അബ്ദുൽ കലാം മാർഗ് എന്നറിയപ്പെടുന്നത്. 2015 ഈ പേരിട്ടത്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഹൈക്കോർട്ട് വാട്ടർ മെട്രോ സ്റ്റേഷൻ മുതൽ എറണാകുളം ബോട്ട് ജെട്ടി വരെ നീണ്ടു കിടക്കുന്ന ദൂരമാണ്. 1.5 കിലോമീറ്ററോളം ദൂരം വരുമെന്നുണ്ട്. നമസ്കാരം, ഞാൻ വിനോദാണ്. വിരാടം വിനോദം ദ 60+ യങ്സ്റ്ററിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ കാഴ്ചകൾ മറൈൻ ഡ്രൈവിലെ കാഴ്ചകളാണ്. ഒരു പകല് മറൈൻ ഡ്രൈവിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും എന്നുള്ള കാഴ്ചകളാണ്. ഈ കിടക്കുന്നതെല്ലാം ക്രൂയിസ് ഷിപ്പുകളാണ്, മറ്റ് ഷിപ്പുകളുമൊക്കെയാണ് കേട്ടോ. ഇവിടെ കടൽ യാത്രയ്ക്കും അതുപോലെ തന്നെ കായൽ യാത്രയ്ക്കും ഒക്കെ പറ്റിയ ഒരുപാട് വെസൽസും ഉണ്ട്, ഒരുപാട് ബോട്ടുകളും ഉണ്ട്. അതിൻ്റെ പ്രൈസുകളും ഉണ്ട്. 200 മുതൽ 2500 2700 വരെ നീണ്ടു നിൽക്കുന്ന പല റേറ്റിലുള്ള പലതരം ബോട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്നതൊക്കെ കടലിൽ പോകുന്ന ഷിപ്പുകളാണ്. നമ്മളെ ഉൾക്കടലിലേക്ക് എത്തിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ തന്ന് തിരിച്ച് കൊണ്ടുവരുന്ന ഷിപ്പുകളൊക്കെയുണ്ട്. ഞാനീ നടക്കുന്ന ദിവസം ഒരുപാട് രാവിലെ ആയതുകൊണ്ട് ഒരുപാട് സ്കൂൾ കുട്ടികളെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം കുട്ടികളൊക്കെ ഇങ്ങനെ ഇതൊക്കെ കണ്ട് അത്ഭുതം കൂറി നടക്കുന്നു. എറണാകുളത്തെ അല്ലെങ്കിൽ കൊച്ചിയിലെ ശരിക്കും പറഞ്ഞാൽ വിശ്രമത്തിന് പറ്റിയ ഒരു സ്ഥലമാണ് ഈ മറൈൻ ഡ്രൈവ്. മറൈൻ ഡ്രൈവ് എനിക്ക് തോന്നുന്നത് 80 കാലഘട്ടത്തിലാണ് ഈ മറൈൻ ഡ്രൈവ് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തത്. 90-കളിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ വാക്ക്വേ ഒക്കെ ഉണ്ടായത്. അതിനു മുമ്പ് ഇവിടെ ശരിക്കും ഫിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള ഹാർബർ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ആയിരുന്നു. ഇതാണ് മറൈൻ ഡ്രൈവിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റെയിൻബോ ഓവർ ബ്രിഡ്ജ്. അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ചകളാണ്. ധാരാളം ബോട്ടുകൾ സൗകര്യങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാം. ദൂരെ കൊച്ചിൻ ഷിപ്പ്യാർഡും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. രാത്രിയിൽ ഈ റെയിൻബോ ബ്രിഡ്ജ് കാണുക ഭയങ്കര രസമുള്ള കാഴ്ചയാണ്. നല്ല ലൈറ്റിങ്ങും സംവിധാനങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ ബോട്ടുകളിലേക്ക് ഡേ ക്രൂയിസ് നടത്താനുള്ള ബോട്ടുകളിലേക്കുള്ള യാത്രകളൊക്കെയാണ്. ചെറിയ 200 രൂപ മുതൽ ബോട്ടിങ്ങിൻ്റെ ചാർജ് ഇവിടെ ആരംഭിക്കുന്നുണ്ട്, ഇൻഡിവിജ്വലായിട്ട് പോവുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഗ്രൂപ്പായിട്ട് വരുന്നവർക്ക് 50,000 രൂപ വില വരുന്ന പാക്കേജുകളും ഒക്കെയുണ്ട്. വൈക്കത്തിന് പോവുകയോ അല്ലെങ്കിൽ കടമക്കുടിക്ക് പോവുകയോ ചെയ്യുന്നതായിട്ടുള്ള പല ക്രൂയിസ് വെസൽസും ഒക്കെ ഇവിടെയുണ്ട്. ചില ക്രൂയിസിൻ്റെയൊക്കെ ഫോൺ നമ്പറുകൾ, കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറുകൾ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തേക്കാം കേട്ടോ. അപ്പോൾ അത് കണ്ടു നോക്കാം. അപ്പോൾ ഇത് രാവിലെയാണ് ഞാനീ നടക്കുന്നത്. 10 മണി സമയമാണ്. തിരക്കൊക്കെ ആയി വരുന്നേ ഉള്ളൂ. പക്ഷേ ഏത് സമയത്തും തിരക്കുള്ള ഒരു സ്ഥലവും കൂടിയാണ് ഈ മറൈൻ ഡ്രൈവ്. ഒരാൾ കിടന്നുറങ്ങുന്നു നോക്കിയേ സുഖമായിട്ട്. APJയുടെ പല മഹത് വചനങ്ങളും ഇവിടെ കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ പറഞ്ഞ പോലെ പക്ഷികളുടെ കാഷ്ടം വീണ് കിടക്കുന്ന സീറ്റുകളൊക്കെ ഉണ്ട്. ദൂരെ നമുക്ക് കപ്പലുകൾ കിടക്കുന്നത് കാണാം. കൊച്ചി ഷിപ്പ്യാർഡിൽ കപ്പലുകളൊക്കെ കിടക്കുന്നത് കാണാം. ഈ കെട്ടിടമാണ് ആദ്യകാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന GCDAയുടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആയിരുന്നു. ആ കോംപ്ലക്സ് ആണ് ആദ്യകാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു കെട്ടിടം. അന്ന് ഇത് എറണാകുളം ബോട്ട് ജെട്ടി വരെ ഇത് നീട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് എറണാകുളം ബോട്ട് ജെട്ടി വരെ ഇത് നീട്ടിയിട്ടുണ്ട്. ദൂരെ ഒരു യാത്രാ കപ്പൽ കിടക്കുന്നത് നമുക്ക് കാണാം. അല്ലാത്ത ചില കപ്പലുകളൊക്കെ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് രാവിലെ തന്നെ ഒരുപാട് ആൾക്കാരിവിടെ വിശ്രമത്തിനും മറ്റുമായി വന്നിരിക്കുന്നുണ്ട്. ഇത് താജ് ഹോട്ടലാണ്. ആദ്യകാലത്ത് ഇവിടുത്തെ ഏറ്റവും വലിയ സീലോഡ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ കെട്ടിടമായിരുന്ന ഒരു കെട്ടിടമാണ്. ഈ കെട്ടിടം പണി തീരാത്ത അവസ്ഥയിൽ മാമാട്ടിക്കുട്ടിയമ്മ എന്ന് പറയുന്ന സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും.
ഇവിടെയൊക്കെ ആൾക്കാർ കപ്പിളായിട്ടും സിംഗിളായിട്ടും ഒക്കെ വന്നിരുന്ന് കാഴ്ചകൾ കണ്ട് കടലിൻ്റെ കാഴ്ചകൾ അല്ലെങ്കിൽ കായലിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള ഒരു കാഴ്ചയാണ്. നമുക്ക് ഇതൊരു വലിയ ഫ്ലാറ്റ് സമുച്ചയമാണ്. നമ്മൾ ഈ എത്തിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലം ചീനവല ഓവർബ്രിഡ്ജ് എന്നാണ് ഇതിൻ്റെ പേര്. ചീനവല ഓവർബ്രിഡ്ജ്. ഇവിടെ നിന്നും നമ്മളുടെ റെയിൻബോ ഓവർബ്രിഡ്ജിന് മുകളിൽ നിന്ന് കാണുന്നത് പോലെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൊച്ചിയിൽ വന്നാൽ ഒരു മസ്റ്റ് വിസിറ്റ് സ്ഥലമാണ് കേട്ടോ ഈ മറൈൻ ഡ്രൈവ്. തീർച്ചയായും മറൈൻ ഡ്രൈവിൻ്റെ ഒരു രാത്രികാല ഷോട്ട് ഒരു വീഡിയോയും കൂടെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ വളരെ കളർഫുള്ളായിരിക്കും കാണാനായിട്ട്. ദൂരെ കപ്പലുകൾ കിടക്കുന്നു. ഇതൊക്കെ നമുക്ക് യാത്രയ്ക്കുള്ള കപ്പലുകളൊക്കെയാണ്. ഇതാ ഒരു സ്പീഡ് ബോട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. സ്പീഡ് ബോട്ടൊക്കെ നമുക്ക് ഇവിടുന്ന് വാടകയ്ക്ക് എടുക്കാൻ കിട്ടുന്ന ബോട്ടുകളൊക്കെയാണ് കേട്ടോ. സ്പീഡ് ബോട്ട് ഇതാ പറന്നു പോകുന്നുണ്ടോ സ്പീഡ് ബോട്ട്. ഈ ഓവർബ്രിഡ്ജിൻ്റെ പരിസരത്ത് നിന്നും കുറച്ചുകൂടെ നീങ്ങിക്കഴിഞ്ഞാൽ എറണാകുളം ബോട്ട് ജെട്ടിയാണ്. ബോട്ട് ജെട്ടിയുടെ അവിടെ വെച്ച് നമ്മുടെ ഈ വീഡിയോയും ഈ വഴിയും ഇവിടെ തീരുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. തീർച്ചയായും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇതാണ് കൊച്ചിൻ എറണാകുളം ബോട്ട് ജെട്ടി. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ കാഴ്ചകളായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി.